പിന്നെ പോലീസിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സുജിത് ദാസിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കുന്നു എന്ന് പറയുന്ന ഇടപാടാണ്. അപ്പോൾ ഈ സ്വർണം പൊട്ടിക്കുന്ന ഇടപാടിനകത്ത് നേരിട്ട് ഇടപാട് സുജിത് ദാസ് നടത്തിയിട്ടുണ്ടെന്നും സ്വർണം പിടിക്കുക. അപ്പോൾ കസ്റ്റംസ് പിടിക്കാതെ ഇവിടെ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസിന് കിട്ടുക. അപ്പോൾ അയാൾ മലപ്പുറം SP ആയിരുന്നതിന് മുമ്പ് ആദ്യം IPS കിട്ടുന്നതിന് മുമ്പ് ഈ സുജിത് ദാസ് കസ്റ്റംസിലായിരുന്നു. കസ്റ്റംസിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു വളരെ അടുത്ത ബന്ധം ഈ സുജിത് ദാസിനുണ്ട്. അത് ശ്രീ അൻവർ പറഞ്ഞ ആരോപണം അത് വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അത് വളരെ ശരിയാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ സ്വർണം പിടിക്കുക, അത് ഉരുക്കാൻ ഒരുത്തൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുക. അത് ഉരുക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ കൊണ്ടുവന്ന ബിസ്ക്കറ്റായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തായിട്ടോ കൊണ്ടുവരുന്ന സ്വർണ്ണമോ അത് യഥാർത്ഥ എവിഡൻഷ്യൽ വാല്യൂ നഷ്ടപ്പെടുകയാണ്, ഇതില്ലാതാവും. എന്നിട്ട് ഈ സ്വർണ്ണം ഉരുക്കിയിട്ട് ഈ പിടിച്ചോണ്ട് തന്നെ തിരിച്ചു കൊടുക്കുക ആര് കൊണ്ടുവന്നവന്, അവരുടെ കയ്യിൽ തന്നെ എത്തുകയും ചെയ്യും. ആ രീതിയിലേക്കുള്ള ഒരു കാര്യം ഉണ്ടാവുന്നു. കാരണം മാത്രമല്ല ഇതിൻ്റെ ക്വാളിറ്റി മുഴുവൻ ഇപ്പോൾ കസ്റ്റംസുകാർ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞത് കസ്റ്റംസ് എഴുതി കൊടുത്തിട്ടുണ്ട്. പോലീസ് പിടിക്കുന്ന സ്വർണം ഇതേപോലെ ഉരുക്കിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവസാനം അതിന് ക്വാളിറ്റി അതായത് വളരെ ഡൗൺ ആവുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ 24 ക്യാരറ്റ് എന്ന് പറയുന്നത് അത് നേരെ 18 ക്യാരറ്റിലേക്ക് പോകും. രൂപ എത്ര മാറുമെന്നറിയാം, അതാണ് പ്രശ്നം. അപ്പോൾ ഈ രീതിയിലേക്ക് ഉള്ള ഒരു മെത്തേഡ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ ഈ കാര്യത്തിൽ ഉള്ള ഒരുപാട് ഒത്താശ ഇതിന് വേണം. അപ്പോൾ ഈ സ്വർണ്ണം പിടിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. കാര്യം അതിൽ തൊട്ടാൽ പണം കിട്ടും, അതാണ് കാര്യം. ഈ രീതിയിലേക്ക് ഈ ലോ ആൻഡ് ഓർഡറും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനും ഒക്കെ അതപ്പതിച്ചേക്കുന്നെന്ന് പറയുന്നത് കേരള പോലീസിന് തന്നെ വലിയൊരു നാണക്കേടല്ലേ. ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഇന്നത്തെ റിപ്പോർട്ട് മാധ്യമങ്ങളൊക്കെ പുറത്ത് വെളി കൊണ്ടുവന്നിട്ടുണ്ട്. കസ്റ്റംസ് പറഞ്ഞേക്കുന്നത് അവർ പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഈ ക്വാളിറ്റി ഇവർ പിടിക്കുന്ന സ്വർണത്തിന് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. അതിനകത്ത് ശകലം ചെമ്പൂടെ ചേർത്താൽ ഈ ഒരു കുഴപ്പമില്ല, എളുപ്പമുണ്ട്. ചെമ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്വർണം മാറ്റുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് കുറവ് വരും. കുറേ നാൾ കഴിയുമ്പോൾ ഇതുകൊണ്ട് പണിയുന്ന സാധനങ്ങളിലെല്ലാം ക്ലാവ് പിടിക്കും, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, അത് വരും. അപ്പം ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടത്തിയേക്കുന്നത്. ആഭ്യന്തരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നതും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും ഭരണം നടത്തുന്നതുമെല്ലാം തലപ്പത്തിരുന്നുകൊണ്ട് ശശിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി ശശിയായിപ്പോയി ആ കാര്യത്തിൽ, അതാണ് കാര്യം. അതാണ് ശ്രീ അൻവർ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് ഈ അജിത് കുമാറിനെ ഒന്നും ഉന്നം വെച്ചുള്ള അലിഗേഷൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പേരെടുത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചെന്ന് നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെയാണ്. ഇനി അഥവാ അജിത് കുമാറിന്റെ നേരെയുള്ള ആരോപണങ്ങളായപ്പോലും അത് ചെന്ന് നിൽക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ തന്നെയാണ്, അതായത് മുഖ്യമന്ത്രി വകുപ്പിലേക്ക്. ഇത് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ അൻവറിന് നേരത്തെ ഇത് എഴുതിയ സാധനം ഈ പ്ലക്കാർഡൊന്നും അവിടെ എഴുതി വെക്കാതെ ഇതെല്ലാം കൂടെ എഴുതി കുത്തി നേരെ ഇവർക്കും കൊടുത്താൽ മതിയായിരുന്നു. കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുമ്പിലിട്ട് ഉഴുപ്പലക്കാതെ ഈ കാര്യം തീർക്കാരുന്ന അവർക്ക് ഒതുക്കി തീർക്കാനുള്ള ഒരു മാർഗം ഉണ്ടായേനെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല അൻവറിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലൊരു ശുദ്ധീകരണം പോലെയാണ് അൻവർ ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ. അപ്പോൾ അതിന് ഇപ്പോൾ സപ്പോർട്ട് അൻവറിനുണ്ട് പലരുടെ കയ്യിൽ നിന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ശ്രീ KT ജലീൽ ഇവർ അതും CPM സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചേക്കുന്ന സ്ഥാനാർത്ഥിയാണ്, MLA ആണ്. അതുപോലെയാണ് അൻവറും. ഇവരെ രണ്ടുപേർക്കും ഇടയ്ക്ക് CPMന് ഒരു നടപടി എടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ CPMന്റെ വോട്ടോടുകൂടി ജയിച്ചു വന്നേക്കുന്ന ഈ ആളുകൾ, അവർ CPMന്റെ വോട്ട് കൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ വോട്ടും കൂടെ ഉണ്ട്. അൻവറിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾ കാണും അവിടെ, അതാ കാര്യം, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവർ ജയിച്ചു വന്നേക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു CPM MLA, അതായത് CPM സ്വതന്ത്രൻ എന്ന് നമുക്ക് പറയാം, CPM സ്വതന്ത്രൻ ആയിട്ട് ഉള്ള ഒരു MLA ആ പാർട്ടിക്ക് നേരെ
അതുപോലെ ഗവൺമെന്റിനെതിരെ ഇതുപോലെ വിരൽ ചൂണ്ടുമ്പോൾ സാധാരണഗതി ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അയാളുടെ പേര് അച്ചടക്ക നടപടി എടുക്കാം. ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ പിരിച്ചുവിടാൻ പറ്റുമോ? ഒന്നും ചെയ്യാക്കത്തില്ല. ഇവരെ പിരിച്ചുവിടണമെങ്കിൽ നിയമസഭ പിരിച്ചുവിടേണ്ടതായിട്ട് വരും. അല്ലാതെ ഇവരെ പുറത്താക്കാനോ അകത്താക്കാനോ ഒന്നും ഇവർക്കൊരു മാർഗവുമില്ല. അങ്ങനെ ഈ സ്വതന്ത്രന്മാരെ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനൊരു തകരാറുണ്ടെന്ന് ഇപ്പോൾ പാർട്ടി ഒന്ന് തിരിച്ചറിയണം. അതാ വേണ്ടത്. സ്വതന്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു തകരാറുണ്ട്. അല്ല അവര് ആ പാർട്ടി അംഗം ആണെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കാം. പക്ഷെ പാർട്ടി അംഗം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീ KT ജലീൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധീരമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് ശ്രീമതി പ്രതിഭ കായംകുളത്തെ MLA, CPM എൻ്റെ MLA തന്നെയാണ്, ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. ബാക്കി അത് എനിക്കറിഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു പറഞ്ഞതാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇത് എനിക്കറിയില്ല, ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത്, അൻവറിന് പാർട്ടിയിൽ നിന്ന് തന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് എന്തായാലും ശ്രീ P ശശിയോട്, അത് തദ്വാരാ മുഖ്യമന്ത്രിയോടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടും നമ്മുടെ P ശശിയോടും മുഖ്യമന്ത്രിയുടെ മകളോടുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഭരണം എന്ന് പറയുന്ന ഒരു കുടുംബ ഭരണമായിട്ടൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഒക്കെ ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് കുറേ പേർക്കെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനമാണോ ഇതെന്ന് ഈ നമ്മുടെ ശ്രീ PV അൻവറിന് കിട്ടുന്ന സപ്പോർട്ട് മറ്റാളുകളുടെ ഇന്ന് കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇങ്ങനെ നടക്കാൻ പോകല്ലേ. അതിങ്ങനെ നടത്ത ആ ടൈമിലാണ് ഈ കയറി അടിച്ചേക്കുന്നത്. കാരണം ഇതെല്ലാം ചർച്ചയാവും. ഇത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒന്ന് തിരിച്ചറിയണം. നിങ്ങൾക്ക് വേണ്ടായിരിക്കും, നിങ്ങളുടെ കാലം കഴിയാറായി കാണും. പക്ഷേ ഈ പാർട്ടിക്ക് ഇത് വേണ്ടേ? അതൊന്ന് ചിന്തിച്ചോളൂ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, അതൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുന്നത് എന്തോ ഉള്ള കണ്ടില്ലേ, നമുക്ക് അന്വേഷണം നടത്താൻ പോകുന്നു. എന്തോ അന്വേഷിക്കുന്നേ? യഥാർത്ഥത്തിൽ ഒന്നുമില്ല അന്വേഷിക്കാൻ. നമ്മുടെ ഉള്ളി പൊളിച്ചോലിരിക്കും, ഒരു കാര്യമില്ല അന്വേഷിക്കാൻ. അവസാനം ഇതിലുള്ള ആളുകൾക്കൊക്കെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്. ഈ സുജിത് ദാസിനെതിരെ ഇത്രത്തോളം ആരോപണം ഉണ്ടായിട്ട് അയാളെ ഇന്നുവരെ സർവീസ് സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഹീ സ്റ്റിൽ കണ്ടിന്യൂസ് ആണ്, അയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ അവിടുന്ന് മാത്രം മാറ്റി എന്നുള്ളതേ ഉള്ളൂ. കാരണം അത് പത്തനംതിട്ട ജില്ലയെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പണി ചെയ്തിട്ടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ബാക്കി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഏതാണ്ട് അയാൾ കൺഫെഷൻ നടത്തിയിട്ടും, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ് കൊടുത്തത്, നടത്തിയിട്ടും അയാൾക്കെതിരെ വേറെ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. എന്നിട്ട് കുറേ അന്വേഷണം, ഇതെല്ലാം അങ്ങ് അന്വേഷിക്കുന്നതാണ്. എല്ലാം അന്വേഷിക്കും. അതായത് ADGPക്ക് എതിനുള്ള അന്വേഷണം നടത്തുന്നത് അതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആ രീതിയിലാണ് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ കാണുന്നത്. ഇത് ഇനിയെങ്കിലും ഈ ജനങ്ങളെ ഇതേപോലെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. ജനങ്ങളൊന്നും മണ്ടന്മാരല്ല എന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരിച്ചറിയണം.